വളരുന്ന കൈരളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് CJ തോമസിൻ്റെ നാടകമാണ് നോക്കാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ HSA, HSST, UGC നെറ്റ്, അതുപോലെ തന്നെ ഡിഗ്രി, PG എന്നീ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഉപകരിക്കുന്ന ക്ലാസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. 1128 ക്രൈം 27 CJ തോമസ്. നാടകം മഹനീയമായ ഒരു കലയാണ് എന്ന് കരുതുകയും മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തിലെ സംഭവങ്ങളിൽ നിന്ന് ഉത്തമ നാടകം ഉണ്ടാവുകയില്ല എന്ന് വിശ്വസിക്കുകയും ചെയ്ത നാടകകൃത്താണ് CJ തോമസ്. നിരൂപകൻ, അധ്യാപകൻ എന്നീ നിലകളിൽ പ്രശസ്തൻ. സോഷ്യലിസം, മതവും കമ്മ്യൂണിസവും, അവൻ വീണ്ടും വരുന്നു, ഉയരുന്ന യവനിക, വിലയിരുത്തൽ എന്നീ കൃതികൾ എഴുതി. CJ തോമസിൻ്റെ 10 നാടകങ്ങളിൽ 4 എണ്ണം സ്വതന്ത്ര കൃതികളാണ്. 1128 ക്രൈം 27, ശലോമി, ആ മനുഷ്യൻ നീ തന്നെ, വിഷവൃക്ഷം, ആൻറ്റിഗണി, ഭൂതം, കീടജന്മം, ലിസിസ്ട്രാറ്റ, ഈഡിപ്പസ് എന്നിവയാണ് വിവർത്തന കൃതികൾ. പിശുക്കൻ്റെ കല്യാണം ഒരു അനുകരണ നാടകവും, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ധിക്കാരിയുടെ കാതൽ, മനുഷ്യൻ്റെ വളർച്ച എന്നിവയുമാണ് മറ്റു കൃതികൾ. CJ തോമസിൽ ഉറഞ്ഞുകൂടിയ മാനസികാവസ്ഥയും കാലഘട്ടത്തിൻ്റെ സൂക്ഷ്മ യാഥാർത്ഥ്യവും സർഗാത്മകമായി സിദ്ധിച്ചതിൽ നിന്നും രൂപം പ്രാപിച്ച നാടകമാണ് 1128 ക്രൈം 27 എന്ന് പ്രൊഫസർ MK സാനു നിരീക്ഷിക്കുന്നു. നാടകാവതരണ സമ്പ്രദായം പ്രേക്ഷകനെ കെണിയിൽ വീഴ്ത്തുന്നതാവരുത് എന്ന വസ്തുതയെ മുൻനിർത്തി രചിക്കപ്പെട്ടതായതുകൊണ്ട് ക്രൈം നാടകം നിലനിൽക്കുന്നു. നാടകാവതരണത്തെ വിമർശിക്കുന്നു. ആശയങ്ങളിൽ നാടകീയതയും നാടകങ്ങളിൽ ആശയങ്ങളും എന്ന സ്വഭാവം CJ നാടകങ്ങളുടെ മുഖമുദ്രയാകുന്നു. 1128 ക്രൈം നാടകം. പ്രവേശികയും 13 രംഗങ്ങളുമുള്ള ക്രൈം നാടകം ആരംഭിക്കുന്നത് വാദ്യസംഗീതത്തിൻ്റെ ഉച്ചകോടിയിലാണ്. അത് അവസാനിക്കുന്നതിന് മുൻപ് പൊടുന്നനെ കർട്ടൻ ഉയരുന്നു. ഗുരുവിൻ്റെ വേഷം കെട്ടിയിരിക്കുന്ന നടൻ അലസമായി പൈപ്പ് കൊളുത്താൻ ശ്രമിക്കുന്ന സമയത്ത് കർട്ടൻ ഉയരുന്നത് കണ്ട് അന്ധാളിക്കുന്നു. അയാൾ ക്ഷോഭത്തോടെ സ്റ്റേജിൻ്റെ പിന്നിലേക്ക് നോക്കി വിളിച്ചു ചോദിക്കുന്നു, ഏയ് ആര് പറഞ്ഞു കർട്ടൻ ഉയർത്താൻ? സ്റ്റേജിൻ്റെ പിന്നിൽ കൂടി രംഗത്ത് വരുന്ന സ്റ്റേജ് മാനേജർ നാടകം തുടങ്ങി എന്ന് മറുപടി പറയുന്നു. ഗുരുവിൻ്റെ വേഷമിട്ട ആ നടൻ താൻ പറയുമ്പോഴൊക്കെ നാടകം കളിക്കാൻ എനിക്ക് മനസ്സില്ല എന്ന് ദേഷ്യപ്പെടുന്നു. കോപിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ലെന്ന് സ്റ്റേജ് മാനേജർ പറയുമ്പോഴേക്കും ഗുരുവിൻ്റെ വേഷമിട്ട നടൻ പൊട്ടിത്തെറിക്കുന്നു. അയാൾ ഇപ്രകാരം ചോദിക്കുന്നു, കോപിച്ചാൽ എന്താണടോ? താനെന്നെ ശിക്ഷിക്കുമോ? വന്നിരിക്കുന്നു ഒരു നാടകക്കാരൻ, തനിക്ക് പോയി വല്ല മന്ത്രിയോ മറ്റോ ആയിക്കൂടെ? ഗുരുവിൻ്റെ പത്രപ്രവർത്തകനായ ശിഷ്യൻ ആ സമയത്ത് കടന്നു വരുന്നു. ഈ കഥാപാത്രങ്ങളാണ് ഈ നാടകത്തിൻ്റെ കേന്ദ്രഭാഗത്ത് നിൽക്കുന്നത്. മരണം വെറുമൊരു ഫലിതമാണെന്ന് ഗുരു പറയുന്നു. ഇതിൻ്റെ പിന്നിലെ വേദാന്തം ശിഷ്യനു മനസ്സിലാകുന്നില്ല. ഇത് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലാണ് നാടകത്തിലെ പ്രധാന സംഭവങ്ങൾ. നാടകത്തിലെ പ്രധാന കഥാംശമായി കടന്നു വരുന്ന മരണവും തുടർന്നുള്ള സംഭവങ്ങളും ഇത് ബോധ്യപ്പെടുത്തുന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. മരണം പോലും എങ്ങനെയാണ് പുതിയ കാലം വിറ്റഴിക്കുന്നതെന്ന ഹാസ്യത്തിൽ പൊതിഞ്ഞ വേദനാജനകമായ യാഥാർത്ഥ്യങ്ങളെ നാടകം ആവിഷ്കരിക്കുന്നു. ഒരു കുമ്മായച്ചൂളയിലെ തൊഴിലാളികളാണ് മാർക്കോസും വർക്കിയും. വർക്കിക്ക് തൻ്റെ ഭാര്യയുമായി ബന്ധമുണ്ടെന്ന് മാർക്കോസ് കരുതുന്നു. ഇതിനെ ചൊല്ലി ചൂളയിൽ വെച്ച് അവർ ഏറ്റുമുട്ടി. മാർക്കോസ് ചൂളയിൽ വീണു മരിച്ചു. പ്രതിയായ വർക്കി പോലീസ് കസ്റ്റഡിയിലായി. ഗവൺമെൻറ് വക്കീൽ പ്രതിക്കെതിരായി തെളിവുകൾ നിരത്തി കോടതിയിൽ കേസ് വാദിക്കുന്നു. പരിചയക്കാരനായ പോലീസുകാരനോട് ശിഷ്യൻ പ്രതിയുടെ ജയിൽ ജീവിതത്തെക്കുറിച്ച് അന്വേഷിക്കുന്നു. ധാര, പിഴിച്ചിൽ, കഷായം തുടങ്ങിയ ചികിത്സകൾ നടത്തുകയാണെന്നും കായകൽപ്പത്തിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണെന്നും പോലീസുകാരൻ മറുപടി പറയുന്നു. ഈ ചികിത്സകളുടെ ഫലമായി പ്രതി ഹൃദയസ്തംഭനം മൂലം മരിക്കുന്നു.
കോടതിയിൽ നിന്നിറങ്ങി വന്ന സർക്കാർ വക്കീൽ പ്രതി മരണമടഞ്ഞതിനാൽ കേസ് തുടരാൻ കഴിയില്ലെന്ന് ഗുരുവിനെ അറിയിക്കുന്നു. എന്നാൽ കേസ് നിർത്താൻ സാധ്യമല്ലെന്ന് പറഞ്ഞ് ഗുരു കോടതിയുടെ സ്വാഭാവികതയെ അട്ടിമറിക്കുന്നു. ജഡ്ജിയെ പ്രതിയാക്കി പ്രതിക്കൂട്ടിൽ നിർത്തുന്നു. സർക്കാർ വക്കീലിനെയും പ്രതിഭാഗം വക്കീലിനെയും കൂട്ടുപ്രതികളാക്കുന്നു. കേസ് നടത്തുന്ന പ്രോസിക്യൂട്ടറായി നിരക്ഷരയും വായാടിയുമായ ചക്കിയെ കോടതിയിലേക്ക് കൊണ്ടുവരുന്നു. ഗുരു സ്വയം ജഡ്ജിയാകുന്നു. സർക്കാർ വക്കീൽ, പ്രതിഭാഗം വക്കീൽ, ജഡ്ജി എന്നിവരെ ചക്കി വിസ്തരിക്കുന്നു. അവസാന അംഗത്തിൽ മരിച്ചുപോയ മാർക്കോസ് കോടതിയിലേക്ക് വരുന്നു. എല്ലാവരും അമ്പരന്ന് നിൽക്കുമ്പോൾ ഇയാളെ കൊന്നതിനല്ലേ നിങ്ങൾ മറ്റൊരുത്തനെ കൊല്ലാൻ പോയത് എന്ന് ഗുരു സർക്കാർ വക്കീലിനോടും ജഡ്ജിയോടും ചോദിക്കുന്നു. മാർക്കോസും ശിഷ്യനും മാത്രമാകുമ്പോൾ മാർക്കോസ് പറയുന്നു, അവൻ ചാവുമെന്ന് ഞാൻ അറിഞ്ഞു. അവന് 4 ഇടി വാങ്ങിക്കൊടുക്കണമെന്നുണ്ടായിരുന്നു. ഉടനെ തൻ്റെ ഭാഗം അഭിനയിച്ചു കഴിഞ്ഞ മാർക്കോസിനോട് ശിഷ്യൻ അവിടെ നിന്നും പോകാൻ ആവശ്യപ്പെടുന്നു. തനിക്കിനിയും അഭിനയിക്കണമെന്ന് മാർക്കോസ് വാശി പിടിക്കുന്നു. അത് കാണുമ്പോൾ ശിഷ്യൻ പറയുന്നു, നാടകം തുടങ്ങിയപ്പോൾ ഇയാൾക്ക് ജീവനില്ലായിരുന്നു. കരുണ കാണിച്ച് ഇയാളെ ഉയിർപ്പിച്ചതാണ്. എന്നിട്ടിപ്പോൾ എതിർക്കാൻ തുടങ്ങിയിരിക്കുന്നു. പെട്ടെന്ന് സ്റ്റേജ് മാനേജർ പ്രത്യക്ഷപ്പെട്ട് എല്ലാവരും പൗഡറൊക്കെ കഴുകിക്കളഞ്ഞ് സ്ഥലം വിടൂ ഇനി ചത്തവനൊക്കെ ഉയർത്തെഴുന്നേൽക്കും മുൻപ് കഥ നിർത്തിക്കളയാം. ഇപ്രകാരം പറഞ്ഞ് അയാൾ ആസ്വാദനത്തിൻ്റെ രസച്ചരടിനെ ബോധപൂർവം മുറിച്ചു കളഞ്ഞുകൊണ്ട് പതിവിന് വിപരീതമായി നാടകം അവസാനിപ്പിക്കുന്നു. ക്രൈം നാടകത്തിൽ പല തലങ്ങളിൽ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്ന കഥാപാത്രങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഗുരുവും ശിഷ്യനും സ്റ്റേജ് മാനേജരും ഉൾപ്പെടുന്ന ഒരു തലവും മറ്റു കഥാപാത്രങ്ങൾ ഉൾപ്പെടുന്ന മറ്റൊരു തലവും നാടകത്തിനുണ്ട്. തികച്ചും വ്യത്യസ്തമായ ഇരുതലങ്ങളെയും മനസ്സിലാക്കി ബന്ധിപ്പിച്ച് ആസ്വദിക്കാൻ പ്രേക്ഷകർക്ക് സാധിക്കുന്ന വിധത്തിൽ നാടകശില്പത്തെ ചിട്ടപ്പെടുത്താൻ CJ തോമസിന് കഴിഞ്ഞിട്ടുണ്ട്. ഇതുകൊണ്ടെല്ലാം മലയാള നാടകങ്ങൾക്ക് പൊതുവെ അതുവരെ കാണാതിരുന്ന ഒരു ശില്പഘടന ക്രൈം നാടകത്തിനുണ്ടെന്ന് പറയാം. ഇതുപോലെ എപ്പിക് നാടകവേദിയുടെ മുഖ്യ സവിശേഷതയായ അന്യവൽക്കരണം ഈ നാടകത്തിൻ്റെ ശില്പ സംവിധാനത്തിൽ കാണാം. പ്രേക്ഷകനെ കഥാപാത്രങ്ങളുമായോ കഥയുമായോ താതാത്മ്യം പ്രാപിക്കാൻ അനുവദിക്കാതെ രംഗത്ത് അവതരിപ്പിക്കുന്ന സംഭവങ്ങളെ ബൗദ്ധിക തലത്തിൽ മാത്രം ആസ്വദിക്കാൻ പര്യാപ്തമാക്കുന്ന പ്രത്യേകതയാണിത്. പല രംഗങ്ങളിലും ഇതൊരു നാടകമാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകനെ ഓർമ്മിപ്പിക്കുന്ന സങ്കീർണമായ രീതിയിലുള്ള രൂപഘടനയാണ് നാടകത്തിനുള്ളത്. ഇപ്രകാരം നിലവിലുള്ള ധാരണകളെ തകിടം മറിക്കുന്ന രീതി ക്രൈം നാടകത്തിൽ കാണുന്നു. ഇതുകൊണ്ട് തന്നെയാണ് PK ബാലകൃഷ്ണൻ ഈ നാടകത്തെ നാടക വിരുദ്ധ നാടകമെന്ന് വിശേഷിപ്പിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. നിങ്ങൾ വളരുന്ന കൈരളി എന്ന ടെലിഗ്രാം ചാനൽ കൂടി ജോയിൻ ചെയ്യുക. താങ്ക്